നമസ്കാരം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്. തമിഴ്നാട്ടിൽ നടൻ വിജയൻ്റെ പാർട്ടി ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറി. നമ്മളെ സംബന്ധിച്ചതൊരു അത്ഭുതമായിട്ട് തോന്നും. കാരണം ഒരു പുതിയ പാർട്ടി മത്സരിക്കുക, ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തുക. പക്ഷേ വിജയൻ്റെ പാർട്ടി ഒരു സുപ്രഭാതത്തിലുണ്ടായി, ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയതല്ല. അദ്ദേഹം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിലൂടെയും. അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ ഫാൻസ് അസോസിയേഷൻ തമിഴ്നാട്ടിൽ ഉടനീളമുണ്ട്. അവരിലൂടെ ജനസമ്പർക്കം നടത്തി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നടൻ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ ഇറങ്ങി, വിജയിച്ചു. പക്ഷേ നടൻ വിജയ് ഈ സ്വപ്നം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ തുടങ്ങിയതാണ്. അദ്ദേഹം വളരെ മുമ്പ് തന്നെ സ്വപ്നം കണ്ടിരുന്നു, ഞാൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു ദിവസം മാറും. അതിന് വേണ്ടി അദ്ദേഹം കൃത്യമായ പ്ലാനിങ്ങോടെ പ്രവർത്തിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലേക്ക് ഇൻസ്പയർ ചെയ്തത് പഴയ ശ്രീ MGR ആവാം. കാരണം MGR ഒരു സിനിമാ നടനായിരുന്നു. അദ്ദേഹം തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറി. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതേപോലെ തനിക്കും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മാറണമെന്നോ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ വളരണമെന്നോ ഒക്കെയുള്ള ഒരു സ്വപ്നം വിജയൻ ഉണ്ടായിരുന്നിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം കൃത്യമായ പ്ലാനിങ്ങോടെ പ്രവർത്തിച്ച് അദ്ദേഹം ആ വിജയത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം നമ്മൾ തമിഴ്നാട്ടിൽ ഒരുപാട് നാടകങ്ങൾ കണ്ടു. ഒന്നാമത്തെ നാടകം, ഗവർണർ വിജയനെ സർക്കാർ രൂപീകരിക്കാൻ വിളിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വിജയൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല. തമിഴ്നാട്ടിൽ ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കണമെങ്കിൽ അവർക്ക് 118 സീറ്റുകളെങ്കിലും മിനിമം വേണം. എന്നാൽ വിജയൻ്റെ പാർട്ടിക്ക് 107 സീറ്റ് മാത്രമേ ഉള്ളൂ. 108 സീറ്റിൽ വിജയിച്ചെങ്കിലും ഒരു സീറ്റിൽ വിജയ് തന്നെയാണ് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് രാജിവെച്ചിട്ട് മറ്റാരെയെങ്കിലും കൊണ്ട് മത്സരിപ്പിക്കേണ്ടി വരും. അപ്പോൾ 107 സീറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തെ സർക്കാർ രൂപീകരിക്കാൻ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. സാധാരണ മട്ടിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയെ ഗവർണർ ക്ഷണിക്കുകയും അവർ സർക്കാർ രൂപീകരിക്കുകയും അതിനുശേഷം ഒരു വിശ്വാസ വോട്ടെടുപ്പ് സഭയിൽ നടക്കും. അതായത് ഫ്ലോർ ടെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അവിടെ വെച്ചാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. അതാണ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ കീഴ്വഴക്കം. എന്നാൽ ഇവിടെ ഗവർണർ അതിന് തയ്യാറായില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് വിജയെ നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഒഴികെ പേടിക്കുന്നു. ഞാൻ കോൺഗ്രസ് ഒഴികെ എന്ന് പറയാൻ കാരണം, വിജയൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നു എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വിജയുമായിട്ട് സഹകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു. വിജയ് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമായിട്ട് ചേർന്ന് ഇലക്ഷനിൽ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിയെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പിന്തിരിപ്പിച്ചു. അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അവർ കരുതിയിരുന്നത് വിജയൻ്റെ പാർട്ടി കൂടി വന്നു കഴിഞ്ഞാൽ 4-5 സീറ്റ് നേടുമെന്ന് മാത്രമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വിജയൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളായിരിക്കണം അദ്ദേഹത്തെ ആകർഷിച്ചത്. എന്തു തന്നെയായാലും ശരി, വിജയന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ 5 MLA-മാർ വിജയൻ്റെ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുത്തു. വിജയൻ്റെ വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ബോധം വെച്ചു, ഒരുപക്ഷെ ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരായിരിക്കണം കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം. അവരുടെ ഐഡിയ വെച്ചിട്ടായിരിക്കും ഈ രാഹുൽ ഗാന്ധി പോകുന്നത്. എന്ത് തന്നെയാലും ശരി, വിജയിയെ മറ്റ് സകല രാഷ്ട്രീയക്കാർക്കും പേടിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പ്രശസ്തി അദ്ദേഹത്തിന് ആവോളമുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും അദ്ദേഹത്തെ അറിയാം. തമിഴ്നാട്ടിലെ ഒരു നടനാണെങ്കിലും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനാണ് വിജയ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മൊത്തം ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാരാണ് അത് കാണുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും വിജയെ അറിയാം. ഭൂരിപക്ഷം ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പോൾ പ്രശസ്തി എന്നത് വിജയെ സംബന്ധിച്ചൊരു വിഷയമല്ല. അദ്ദേഹത്തിനത് ആവശ്യത്തിലേറെയുണ്ട്. രണ്ടാമത് പണം. ആവശ്യത്തിലേറെ പണവും അദ്ദേഹത്തിനുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് 150 കോടി മുതൽ 200 കോടി രൂപയാണ് അദ്ദേഹം വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ വന്നിട്ട് പണം ഉണ്ടാക്കാനോ പേരുണ്ടാക്കാനോ ഉള്ള യാതൊരു ആവശ്യവുമില്ല. ആൾറെഡി അത് രണ്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനമാണ്.
ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇതുവരെ നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും എല്ലാവരും അവരവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന പാർട്ടികൾ ഒന്നും തന്നെയില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഭരിക്കും, ഞാൻ ജനങ്ങളെ സേവിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാട് അദ്ദേഹം നടപ്പിലാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഒരു കാരണവശാലും ശരി വളർന്നു വരാൻ പാടില്ല എന്ന് ഇവിടുത്തെ കള്ളവും കമ്പട്ടവും കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ തളർത്താൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സിനിമ റിലീസാകാതെ അതിന് തടസ്സമുണ്ടാക്കിയതും അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാതെ ഗവർണർ BJPയുടെ താല്പര്യപ്രകാരം പ്രവർത്തിച്ചതുമെല്ലാം അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാനിവിടെ പറയുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. അതായത് വിജയൻ്റെ പാർട്ടിക്ക് 107 സീറ്റ് ഉണ്ടായിട്ടും ഗവർണർ അദ്ദേഹത്തിന് മതിയായ ഭൂരിപക്ഷം, അതായത് 50%-ലധികം അംഗങ്ങളില്ല എന്ന കാരണം പറഞ്ഞാണ് ക്ഷണിക്കാനത്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ സർക്കാർ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും 50%-ലധികം ആ സഭയിലെ സീറ്റുകളുടെ 50%-ലധികം 51% നമുക്ക് പറയാൻ തൽക്കാലം എന്ന് പറഞ്ഞാൽ പകുതിയും അതിലൊന്നും കൂടെ കൂടുതൽ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? 51% ആണ്. 51% ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ വിരോധാഭാസം, നമ്മുടെ ജനാധിപത്യത്തിലെ വളരെ വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അയാൾക്ക് ഈ 51% ബാധകമല്ല. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ 5 പേര് മത്സരിക്കുകയാണ്. ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് വിജയി. അതായത് ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അയാളെ വിജയിച്ച സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. അയാൾക്ക് പക്ഷേ അവിടെ കാസ്റ്റ് ചെയ്ത വോട്ടിൻ്റെ 30%-ഓ അല്ലെങ്കിൽ 35%-ഓ ചിലപ്പോൾ 40%-ഓ ഒക്കെ കിട്ടിക്കാണുകയുള്ളൂ. എങ്കിലും അയാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. നമ്മൾ ഈ 51% ആണ് ആക്ച്വൽ മെജോറിറ്റി എന്നുള്ള ഒരു കൺസിഡറേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് 30%-ഓ 35%-ഓ 40% കിട്ടിയ ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്? അത് വിരോധാഭാസമല്ലേ? അങ്ങനെ ജയിച്ചു ചെല്ലുന്ന ആൾക്കാർക്ക് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കൃത്യം 51% അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന നിബന്ധന നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് അത് ഇലക്ഷനിലും ബാധകമാക്കുന്നില്ല? അതായത് ഒരു മണ്ഡലത്തിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ കാസ്റ്റ് ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 51% മിനിമം കിട്ടിയിരിക്കണം. 3-4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിൽ അതിൽ 1ാം സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥിക്ക് 51%-ലധികം വോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ഉം 2ഉം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികളെ തമ്മിൽ വീണ്ടും മത്സരിപ്പിക്കണം. ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ 51% വോട്ടിലധികം ആ സ്ഥാനാർത്ഥി നേടിയത് അവിടെ അയാൾ 100% വിജയിച്ചു കഴിഞ്ഞു, അവിടെ റീഇലക്ഷൻ വേണ്ട. എന്നാൽ എവിടെയാണോ 51%-ൽ താഴെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് അവിടെ 1ഉം 2ഉം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥികളെ തമ്മിൽ മത്സരിപ്പിച്ച് അവരിൽ ആര് വിജയിക്കുമോ അയാളായിരിക്കണം യഥാർത്ഥത്തിൽ MLA-യോ MP-യോ ആകേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിലുമില്ല, നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ബാധകമാക്കിയിട്ടുമില്ല. അതേ ആൾക്കാർ തന്നെ സർക്കാർ രൂപീകരിക്കാൻ ചെല്ലുമ്പോൾ നിർബന്ധം പിടിക്കുകയാണ് 51% വേണം. ഒരു സ്ഥാനാർത്ഥിക്ക് 51% വോട്ട് കിട്ടാതെ വിജയിയാകാമെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒറ്റക്കക്ഷിയായിട്ട് മാറുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അധികാരവും കൊടുക്കണം. ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് അവിടെ സംഭവിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ജനപ്രതിനിധിയാവുന്നത്? ആ മണ്ഡലത്തിലെ 51% ആൾക്കാരെങ്കിലും അയാളെ അംഗീകരിച്ചാലല്ലേ അയാൾക്ക് MLA ആകാൻ പറ്റൂ. എന്നാൽ 30%-ഓ 35%-ഓ മാത്രം പേര് അംഗീകരിച്ച ഒരാളെ പിടിച്ച് MLA ആക്കി വെക്കുമ്പോൾ അതൊരിക്കലും ജനാധിപത്യമല്ല, അയാൾക്ക് ഭൂരിപക്ഷവുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ആവശ്യം, ഇപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എൻ്റെ ഒരു ആവശ്യം, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഈ ഭേദഗതി കൊണ്ടുവരണം. ഒരു വ്യക്തി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 51% വോട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾ ഒരിക്കലും MLA-യോ MP-യോ പഞ്ചായത്ത് മെമ്പറോ ഒന്നും ആകാൻ പാടില്ല. അയാൾ അങ്ങനെ ആകണമെങ്കിൽ അയാൾക്ക് 51%-ലധികം വോട്ട് കിട്ടിയിരിക്കണം. നടന്ന തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ഉം 2ഉം സ്ഥാനത്ത് വരുന്ന ആൾക്കാരെ വീണ്ടും മത്സരിപ്പിച്ച് കൃത്യമായിട്ട് 51%-ൽ അധികം കിട്ടുന്ന ആൾ മാത്രമായിരിക്കണം MLA-യോ MP ആയിട്ടോ മാറേണ്ടത്. ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.